ബിജു പങ്കജ്, ഗുഡ് മോർണിംഗ്. വല്ലാതെ ഞെട്ടിക്കുന്നൊരു സംഭവമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. പക്ഷെ മറ്റൊന്ന്, എനിക്ക് തോന്നുന്നു ഈ നിയമപരമായ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് പോലെ ഒരു കാര്യത്തിലൂടെ തന്നെ നമുക്ക് തുടങ്ങാമെന്ന് കരുതുന്നു. ഈ തട്ടിപ്പിന് ഇരയായി എന്ന് പറയുമ്പോഴും ഈ തട്ടിപ്പിന് വിധേയരായി നിന്ന് കൊടുക്കാൻ മലയാളി ഇപ്പോഴും തയ്യാറാണ്. അങ്ങനെ ഒരു കുറുക്ക് വഴിയിലൂടെ ജോലി നേടാൻ ഇവരൊക്കെ ശ്രമിക്കുന്നു എന്നതുകൂടി നമുക്ക് പരാമർശിച്ച് മുന്നോട്ട് പോകാതിരിക്കാൻ കഴിയില്ല. വിശദ വിവരങ്ങൾ എന്തൊക്കെ? തീർച്ചയായും മോത്തി, അതായത് ഒരു സാധാരണ ജോലി തട്ടിപ്പ് എന്ന നിലയിൽ തുടങ്ങിയ ഞങ്ങളുടെ അന്വേഷണം ഒരു അസാധാരണമായ ജോലി തട്ടിപ്പ് എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം ഈ പറയുന്ന ഇരകൾ, ഇപ്പം ഞങ്ങൾ 7 പേരാ ഇതിൽ പെട്ടിരിക്കുന്ന 7 പേരുമായിട്ടാണ് ബന്ധപ്പെട്ടത്. പക്ഷേ കേരളമെമ്പാടും ഇത്തരത്തിൽ വ്യാപകമായി തട്ടിപ്പ് നടന്നതായിട്ടാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഈ 7 പേരുമായി ബന്ധപ്പെട്ടു. ഒരുപക്ഷെ അവരൊക്കെ ഈ പുറംതിരിഞ്ഞ് നമുക്ക് ഇന്റർവ്യൂ തരുന്ന അവർക്ക് നാണക്കേടാണ് ഇത്തരം സംഭവങ്ങൾ പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് അവർ ഫേസ് മാസ്ക് ചെയ്യാതെ പറഞ്ഞത്. പക്ഷേ ഇതിനകത്തൊരു ഗൗരവ സ്വഭാവമുണ്ട്. കാരണം ഇത് സംബന്ധിച്ച് ഒരുപാട് തെളിവുകൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ശേഖരിച്ചു കഴിഞ്ഞു. ഇതിനകത്ത് സാധാരണ ഒരു ജോലി തട്ടിപ്പ് ഇപ്പം നമ്മൾ പറയുന്നുണ്ട്. ഈ കേസിൽ 4 കണ്ണികളാണുള്ളത്. ഒന്ന്, ഇവിടുത്തെ ഒരു പ്രാദേശിക നേരത്തെ കോൺഗ്രസ് നേതാവായിരുന്നു, ഇപ്പൊ BJP-യിൽ ചേർന്ന ഒരു ബെന്നി പെരുവന്താനം, പിന്നെ ഒരു ഫൈസൽ, പിന്നെ രാജേഷ്, പിന്നെ ഈ അഗസ്റ്റിൻ എന്ന ഭുവനേന്ദ്രൻ. ഈ 4 പേരാണ് ഇതിന്റെ പ്രാഥമികമായ ചാൽ ഉള്ളത്. ഇതിൽ ഒരു അസാധാരണ സ്വഭാവം വരുന്നത് ഈ PSC-യുടെ ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ ഒരാൾ ഇവരെയെല്ലാം ബന്ധപ്പെടുന്നുണ്ട്. PSC നിയമനവുമായി ബന്ധപ്പെട്ട് പണം നൽകിയവരെയെല്ലാം ഈ ഉദ്യോഗസ്ഥൻ ബന്ധപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഉദ്യോഗാർത്ഥി തന്നെ പറഞ്ഞ PSC ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അവിടുന്ന് ടാഗിട്ട് ഇറങ്ങി വന്ന് വേറെ ആളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കാം എന്ന് പറയും. ഇതെല്ലാം പൈസ കൊടുത്തതിന് ശേഷമാണ്. പിന്നീട് നേരത്തെ വേറൊരു ഇവിടെ തന്നെ ഈ സമീപ പ്രദേശത്തുള്ള ഒരു ടീച്ചർ നിയമനത്തിനായിട്ട് PSC-യുടെ നിയമനത്തിന് അവരെ വീട് വിറ്റ് പൈസ കൊടുത്തിട്ടുണ്ട്. അവരെയും ഈ അഗസ്റ്റിൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം ബന്ധപ്പെടുന്നുണ്ട്. അപ്പൊ ഈ അഗസ്റ്റിന്റെ ഈ PSC-യിൽ നിന്ന് ഒരാൾ വിളിക്കുമ്പോൾ സ്വാഭാവികമായ വിശ്വാസ്യത വരുന്നു. കാരണം എങ്ങനെയും ജോലി തേടാം എന്ന് പറഞ്ഞ പൈസ കൊടുക്കുന്നവർക്ക് PSC-യിൽ നിന്ന് ഒരാൾ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് വിശ്വാസ്യതയുണ്ട്. തന്നെയല്ല അദ്ദേഹം ഈ പ്രദേശത്തൊക്കെ വന്ന് ഇവരുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, ഇവരുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുന്നുണ്ട്, ഈ അപ്പോയിന്റ്മെന്റ് തരാമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു വിശ്വാസ്യത വരുന്നു. അതാണ് ഇതിനകത്തൊരു ഗുരുതരമായ സ്വഭാവം. ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്റ്റാഫ് ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഉദ്യോഗാർത്ഥി അവിടെ വിളിച്ച് അവിടെ നിന്നിട്ട് സർക്കാർ ടാഗിട്ട് ഇറങ്ങി വന്ന് ഈ ഉദ്യോഗാർത്ഥിയോട് സംസാരിക്കുന്നു? അതുപോലെ തന്നെ PSC ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് ഈ PSC നിയമനത്തിന് പൈസ നൽകിയവരെല്ലാം ബന്ധപ്പെടുകയും ഔദ്യോഗിക സ്വഭാവത്തിലുള്ള രേഖകൾ അവർക്ക് അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുതന്നെയാണ് ഇതിനകത്തൊരു ഗുരുതരമായ സ്വഭാവം. പിന്നെ അതുപോലെ തന്നെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേരിൽ നടന്ന ഈ തട്ടിപ്പിലും ഇതുപോലെ തന്നെ ആധികാരികമായ രേഖകളെന്ന് സംശയിക്കപ്പെടുന്നവ ഈ ഉദ്യോഗാർത്ഥികൾക്ക് അയച്ചു നൽകുന്നുണ്ട്. അപ്പൊ ഇതൊരു റാക്കറ്റ് സ്വഭാവം ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും. സർക്കാർ മുമ്പിലുള്ള ഇത്തരം